ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്താൽ ഈസി ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നോസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. എന്താണത്? അത് കുട്ടികളെയും അഡൾട്ട്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് 3 ടൈപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ടൈപ്പിൽ നമുക്ക് കാണാം അവർക്ക് അറ്റൻഷൻ കാണത്തില്ല, ഒരു ഓർഗനൈസേഷനിലൊന്നും വർക്ക് ചെയ്യാനേ അവരെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അവർ ഭയങ്കര കോൺസെൻട്രേഷൻ വീക്കായിരിക്കും, അറ്റൻഷൻ വീക്കായിരിക്കും. രണ്ടാമത്തെ ടൈപ്പിൽ അവർ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, ഇമ്പൾസീവ് ആയിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഇത് രണ്ടും മിക്സ്ഡ് ആണ്, അവർക്ക് അറ്റൻഷനും കാണത്തില്ല, ഹൈപ്പർ ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും. ഇത് ചൈൽഡ്ഹുഡിൽ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. ഇത് കണ്ടുപിടിക്കാതെ അഡൾട്ട്ഹുഡിലോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സിവിയോറിറ്റി കൂടുതലായിരിക്കും. അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും, ഇമോഷണൽ വെൽബീങ്ങിനെ ബാധിക്കും, അവരുടെ സ്കിൽസിനെ എല്ലാം ഇത് ബാധിക്കും. ADHD എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുന്നത് ബിഹേവിയർ തെറാപ്പീസ് ആണ്. അതിലൂടെ നമുക്ക് ആ കുട്ടിയുടെ സോഷ്യൽ സ്കിൽസുകൾ ഇമ്പ്രൂവ് ചെയ്യാം, സോഷ്യൽ ഫങ്ഷനിങ്സ് ഇമ്പ്രൂവ് ചെയ്യാം. രണ്ടാമത് പറയുവാണെങ്കിൽ ഇത് ചൈൽഡ്ഹുഡിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പേരൻസിന് അവയർനെസ് കൊടുക്കുക. കാരണം കുഞ്ഞിനേക്കാളും ആ കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സ് സ്കിൽസ് എല്ലാം മാനേജ് ചെയ്യാൻ പേരൻസിനാണ് ഒന്നുകൂടെ സാധിക്കുന്നത്. പേരൻസിന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിലൂടെ ADHD നമുക്ക് ഫുള്ളി ട്രീറ്റബിൾ അല്ലെങ്കിലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.